ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആനക്കലിയിൽ വീണ്ടും പൊലിഞ്ഞു 2 ജീവനുകൾ. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാന ആക്രമണത്തിൽ 45-കാരൻ കൊല്ലപ്പെട്ടു. വെള്ളരി ഉന്നതിയിലെ മാനുവാണ് മരിച്ചത്. കടയിൽ നിന്ന് സാധനങ്ങളുമായി വരുമ്പോൾ ഇന്നലെ വൈകിട്ടാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്ഥലത്തെത്തിയ വൈൽഡ് ലൈഫ് വാർഡനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് മാനു കാപ്പാട് ഉന്നതിയിലെ ബന്ധുവീട്ടിലേക്ക് വരുന്നത്. ഉന്നതിക്ക് തൊട്ടുതാഴെയുള്ള കുളത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു കാട്ടാന. ആന മാനുവിനെ എടുത്ത് കുടഞ്ഞെറിഞ്ഞു. അയാൾ പണിക്കേറി വന്നു, സാധനമൊക്കെ വാങ്ങി. അപ്പോൾ ആനയുണ്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. ആന വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ അയാൾ പറയാ, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ, പിന്നെ ഒന്ന് മാറി നിൽക്കുന്നു. മാറിയല്ല ഇയാൾ നിൽക്കുന്നേ. ആന ഇങ്ങോട്ട് വന്നില്ലേ, പിന്നെ ഞാനെന്ത് പറയാൻ പറ്റൂ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം. കേരള തമിഴ്നാട് അതിർത്തിയാണ്. സ്വന്തമായി വീടില്ലാത്തതിനാൽ ബന്ധുവീടുകളിലാണ് മാനുവും ഭാര്യ ചന്ദ്രികയും കുട്ടികളും മാറി മാറി താമസിക്കുന്നത്. ഇന്നലെ ചന്ദ്രിക വെള്ളരി ഉന്നതിയിലേക്കും മാനു കാപ്പാട്ടേക്കും വരികയായിരുന്നു. ചന്ദ്രികയുടെ ഷാൾ മൃതദേഹം കിടന്ന സ്ഥലത്ത് കണ്ടതോടെ ഇവരെ കാണാനില്ല എന്ന അഭ്യൂഹമായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവർ സുരക്ഷിതയാണെന്ന് വ്യക്തമായത്. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ ജനറൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 6 ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാപ്പാട് ശേഷിക്കുന്നത്. ഇവിടെ ഇത് വീടിൻ്റെ ചുറ്റൂടാണ് ആന സാറേ. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോകാമെന്ന് വെച്ചാൽ ആ സാറുമാർ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തരുന്നു, സ്ഥലമുണ്ടാക്കി തരുന്നു. കാട്ടാന ആക്രമണത്തിൽ വൻ പ്രതിഷേധമാണ് സംഭവ സ്ഥലത്തുണ്ടായത്. നിങ്ങളുടെ പണി ഇത് തന്നെയാണ്. എന്താ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് അറിയാം. കാരണം എന്താ പറയുക, അന്ന് ജാഗ്രതാ മീറ്റിംഗിൽ നിങ്ങൾ ഇതേ സാറ് പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്ത് ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കും. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഫെൻസിംഗും ട്രെഞ്ചും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തീരുമാനം വന്നു. മനുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. There were some decisions taken by the പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് എല്ലാവരും കൂടെ നമുക്കൊരു ഡിസിഷൻ വി ഹാവ് ടേക്കൻ സർട്ടൻ ഡിസിഷൻസ്. സോ വിൽ ഇംപ്ലിമെന്റ് ദോസ് ഡിസിഷൻസ്. പിന്നെ വിൽ ഗിവ് ദം ഇമീഡിയറ്റ്ലി 5 lakh കമ്പൽസേഷൻ ഇന്ന് തന്നെ കൊടുക്കാം. കാപ്പാട് ഉന്നതിക്ക് താഴെയുള്ള ആനത്താരയിലൂടെ പലപ്പോഴും കാട്ടാനകൾ കടന്നു പോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മാനുവിന്റെ മരണം നടന്ന് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴും കാട്ടാനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നതും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അതേസമയം സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കൈമലർത്തുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങൾക്ക് എന്ന് അറുതി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എല്ലായിടത്തും ക്യാമറ വെച്ച് നിരീക്ഷിക്കാനാകില്ല. മാൻ പവർ കൂടി ഉപയോഗിച്ച് മാത്രമേ വന്യജീവികളെ സ്പോട്ട് ചെയ്യാനാകൂ എന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. ആ പച്ചപ്പുകളും ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത്. അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ നിയമസഭയിൽ വനമന്ത്രി വിശദീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ രംഗത്തെത്തി. വനാതിർത്തിയിലെ ജനങ്ങളെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കാട്ടാൻ ആക്രമണത്തിൽ കഴിഞ്ഞ തവണ അനുവദിച്ചതിൽ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല. സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് ഈ പ്രാവശ്യം ബജറ്റിൽ കൂടുതൽ തുക വച്ചിട്ടുണ്ട്. അതിൽ കാര്യമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന തുകയുടെ പകുതി പോലും കഴിഞ്ഞ വർഷം ചെലവാക്കിയിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി ഈ കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായി ചെയ്യുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളൊന്നും കഴിഞ്ഞ 4 വർഷമായി ചെയ്തിട്ടില്ല. ഗവൺമെൻറ് അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ ക്യാമറകളും മറ്റും വെച്ച് ജനങ്ങളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള
അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വീണ്ടും നമ്മൾ വയനാട്ടിലേക്ക്. കാട്ടാന ആക്രമണം തുടർക്കഥയാകുന്നതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്നും. സുർജിത്ത്, ഇപ്പോൾ ഈ മാനുവിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ ഉയർത്തിയ പ്രശ്നങ്ങൾ, പരാതികൾ ഒക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഒക്കെ കേട്ടു. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വരും, എല്ലാം ശരിയാക്കാം എന്ന് പറയും. വേലി അതുപോലെ ഇതൊക്കെ പറയും, കിടങ്ങ് കുഴിക്കുക ഇതൊക്കെ പറയും. പക്ഷെ ഒന്നും നടപ്പാകില്ല. വെറും ഉറപ്പുകൾ കൊണ്ട് ഇത്തവണ ഞങ്ങൾ പിന്മാറില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഉറപ്പിനപ്പുറത്തേക്ക് എന്ത് നൽകാൻ കഴിഞ്ഞു വനം വകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും? എന്തായാലും ഈ മാനുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഈ കാപ്പാട് പരിസര പ്രദേശം മാറിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശം എന്ന് പറയുന്നത് നൂൽപ്പുഴ പഞ്ചായത്ത് തമിഴ്നാടിനോട് അതിരിടുന്ന പഞ്ചായത്താണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ഇതിനോട് തൊട്ടടുത്ത്, അതായത് ഒരു പുഴ, കല്ലൂർ പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തമിഴ്നാട്, ഒരു ഭാഗം ഈ കാപ്പാട് ഉൾപ്പെടുന്ന നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശം. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം. അവിടെ പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട മേഖലയാണ്. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയ ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ അതിലെ പൊരുത്തക്കേടുകളാണ് ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനറൽ കുടുംബങ്ങൾ, 13ഓളം വരുന്ന ജനറൽ കുടുംബങ്ങളെ പൂർണ്ണമായും അവിടെ നിന്ന് പുനരധിവസിപ്പിച്ചു. പക്ഷേ ശേഷിക്കുന്നത് 6 ആദിവാസി പണി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നിയമപരമായ പ്രശ്നം ഈ പദ്ധതിയിലുണ്ട്. ആ പദ്ധതിയുടെ പോരായ്മയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നതും ആ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത് അവിടെ ഒരു തരത്തിലുള്ള വികസനമോ ലൈറ്റോ അല്ലെങ്കിൽ മറ്റ് കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അവിടുത്തെ കുളത്തിൽ നിന്ന് ആന കുടിക്കുന്ന കുളത്തിൽ നിന്നാണ് ഇവർ വെള്ളം പോലും കുടിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പോയപ്പോഴാണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലായത്. കാരണം അവിടുത്തെ കുഴികളിൽ നിന്നാണ് വെള്ളം അവർ കുടിക്കുന്നത്. അവിടെ വെള്ളം പോലും കുടിവെള്ള പൈപ്പ് ഇടാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രദേശമായതിനാൽ തന്നെ അത് വനവൽക്കരണത്തിലേക്ക് മാറുന്ന സ്ഥലമാണ്. എന്നാൽ ആദിവാസി വിഭാഗത്തെ പരിഗണിക്കുന്നുമില്ല. ആ ഒരു അവസ്ഥ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആനകളുടെയും അതോടൊപ്പം തന്നെ പുലികളുടെയും കടുവകളുടെയും എല്ലാം തന്നെ നടുവിലാണ് അവിടുത്തെ മനുഷ്യരുടെ ജീവിതം എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഈ വിഷയമാണ് ഉന്നയിച്ചത്. അവിടെ ആളുകൾ ഇനിയും കഴിയുന്നുണ്ട്. ആദിവാസികൾ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട് അവിടെ. അവരെ കരുതണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ജനപ്രതിനിധികൾ, നൂൽപ്പുഴ പഞ്ചായത്ത് അധികൃതരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഉന്നയിച്ചത്. ഫെൻസിംഗ്, ട്രഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കണം, അത് അവിടെ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അത് അംഗീകരിച്ചു വനംവകുപ്പ്. അതോടൊപ്പം ജനജാഗ്രത സമിതി വേഗത്തിൽ കൂടി തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പദ്ധതി അവിടെ തയ്യാറാക്കുമെന്നുള്ള ഉറപ്പ് നൽകി. മാത്രമല്ല ഈ മാനുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഉടൻ നൽകും. ഈ അവകാശി സർട്ടിഫിക്കറ്റ് നൽകുന്ന മുറയ്ക്ക് അടുത്ത 5 ലക്ഷം രൂപ കൂടി നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള വരുൺ ഡാലിയ വ്യക്തമാക്കിയത്. മാത്രമല്ല ചില ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചു. നൈറ്റ് പട്രോളിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ അതൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട് വനം വകുപ്പ്. ഇതേ തുടർന്നാണ് മൃതദേഹം മാറ്റാനുള്ള നിലപാടെടുത്തത്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും ആ മേഖലയിൽ തന്നെ കാട്ടാനകൾ ഉണ്ട് എന്നുള്ളത്. വനമാണ്, പക്ഷേ വനത്തിനകത്ത് ആ തൊട്ടടുത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സുർജിത്ത് നിൽക്കുന്ന ഈ മേഖല ഉൾപ്പെടെ ഇപ്പോഴും കാട്ടാനകൾ അതിന്റെ പരിസരത്തുണ്ട് എന്നുള്ളത് നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ്. നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഉറപ്പുകൾ മാത്രമേ ഉള്ളൂ, അത് പാലിക്കപ്പെടുന്നില്ല എന്ന വിമർശനം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങൾ ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. അവിടെ പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മായിലിന്റെ മൃതദേഹം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിലാണ് ഖബറടക്കുന്നത്. കാട്ടാന ശല്യത്തിൽ ജില്ലാ കളക്ടർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങും എന്ന് അവിടെയും നാട്ടുകാർ പറഞ്ഞു. എട്ട് മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സോഫിയയുടെ മൃതദേഹം പുലർച്ചെയോടെ നാട്ടുകാർ വിട്ടു നൽകിയത്. TR&T എസ്റ്റേറ്റിൽ രൂക്ഷമായി തുടരുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഒരു ജീവൻ കൂടി നഷ്ടമാവില്ലായിരുന്നു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ഇന്ന് കളക്ടർ നൽകിയ ഉറപ്പ്. ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിട്ടതിന്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ അതിന്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും. മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാറ്റിയത്. കാട്ടാന ശല്യത്തിൽ അടിയന്തര പരിഹാരമില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിനാണ് നാട്ടുകാരുടെ തീരുമാനം. മന്ത്രി അടക്കമുള്ള ആൾക്കാരോട് നിവേദനം കൊടുത്തിട്ടുണ്ട്.
ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ചീഫ് ലൈഫ് വാർഡനോട് വരെ പരാതി പറഞ്ഞു. അവർ വന്ന് പ്രഹസനമായിട്ട് വന്ന് 2 വെടിയും പൊട്ടിച്ചിട്ട് പോവും. പിറ്റേ ദിവസം ഇത് തന്നെ. ഒരാഴ്ചക്കിടെ ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെ ആളാണ് സോഫിയ. 24 ഇടുക്കി. ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ താങ്ങായിരുന്ന സോഫിയയുടെ മരണം ഒരു നാടിനാകെ വേദനയായി മാറുകയാണ്. കൊല്ലപ്പെട്ട സോഫിയ വന്യജീവി ശല്യത്തിന്റെ ഭീകരത വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സോഫിയ നാളുകൾക്ക് മുൻപ് ദുരിതങ്ങൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പുള്ളി പോകുമ്പോ കാണിക്കും നിങ്ങളങ്ങോട്ട് പോകും ആന നേരെ വരുമോ കൊച്ചു വീണ് ആന TR&D എസ്റ്റേറ്റിൽ വർഷങ്ങളായി തുടരുന്ന കാട്ടാന ശല്യത്തെക്കുറിച്ച് സോഫിയും മകളും ഭർത്താവും വിവരിക്കുന്ന ദൃശ്യങ്ങളാണിത്. സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത മകളുടെ ആശങ്കയും വ്യക്തമാണ്. 6000 ഏക്കർ പടർന്നു കിടക്കുന്ന TR&D എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കൊമ്പൻപാറയിലാണ് സോഫിയും കുടുംബവും താമസിച്ചിരുന്നത്. അയൽവാസികളായി ആകെയുള്ളത് മറ്റു 2 കുടുംബങ്ങൾ. 3.5 കിലോമീറ്റർ അധികമുള്ള വിജനമായ റോഡിലൂടെ ആനയെ ഭയന്നുള്ള യാത്ര. ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സംരക്ഷണമൊരുക്കിയുള്ള യാത്രയ്ക്ക് ഉമ്മ സോഫിയ ഇല്ലാത്തത് നികത്താനാവാത്ത നഷ്ടം. നേരത്തെ ആനയെ കണ്ടിട്ട് ഓടി പിന്നെ താഴോട്ട് വീണിട്ട് കാലിലെ പൊട്ടലുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് മന്ത്രിയെ കണ്ട് പിന്നെ പരാതിയൊക്കെ കൊടുത്തതാണ്. പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ പിന്നെ എനിക്ക് സോളാർ ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞതില്ലാതെ ഒന്നും ചെയ്തിട്ടുമില്ല. ഉദ്യോഗസ്ഥന്മാരൊന്നും തിരിഞ്ഞുകൂടെ നോക്കിയിട്ടില്ല. കഴിഞ്ഞ 25 കൊല്ലത്തിലധികമായി സോഫിയയും കുടുംബവും താമസിക്കുന്നത് TR&D എസ്റ്റേറ്റിലാണ്. വീടിനോട് ചേർന്ന ഇക്കാലം അത്രയും ഉപയോഗിച്ചിരുന്ന ഓലിയിൽ ഇന്നലെ വൈകിട്ടും സോഫിയ പോയി. വൈകിട്ട് 6 മണിയോടെ കലിപൂണ്ട കാട്ടാന സോഫിയയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കാട്ടാന ആക്രമിച്ച അമ്മയുടെ മൃതദേഹം കാണേണ്ടി വന്ന മകന്റെ വേദനയും വിഷമങ്ങൾ പറയാൻ കഴിയാത്ത മകളുടെ നൊമ്പരത്തിനും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക ഒന്നുമാവില്ല. 24 ഇടുക്കി. എറണാകുളം കോതമംഗലത്തിന് സമീപം പുന്നേക്കാട് ശുചിമുറിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കൊണ്ടിമറ്റം സ്വദേശിയുടെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയിൽ നിന്നുമാണ് 15 അടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പാമ്പ് പിടുത്ത വിദഗ്ധൻ ജൂവൽ ജൂഡിയാണ് പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറിയത്. പാമ്പുകടിയേറ്റുള്ള മരണം ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നത് വനം വകുപ്പിന്റെ പ്രത്യേക ശുപാർശ പരിഗണിച്ച്. പാമ്പുകടിയേറ്റുള്ള മരണം ഗണ്യമായി ഉയർന്ന സാഹചര്യത്തിലാണ് ശുപാർശ നൽകിയത്. പുതിയ തീരുമാനത്തോടെ മരിക്കുന്നവരുടെ കുടുംബത്തിന് കൂടുതൽ നഷ്ടപരിഹാര തുക ലഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പാമ്പുകടിയേറ്റുള്ള മരണത്തിനുള്ള നഷ്ടപരിഹാരം ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വനം വകുപ്പ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. നേരത്തെ 2 ലക്ഷം രൂപ ലഭിച്ചെടുത്ത ഇനി മുതൽ 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും. പുതിയ തീരുമാനം വനത്തിന് പുറത്തെ മരണങ്ങൾക്ക് മാത്രമായിരിക്കും ബാധകമാകുക. അതേസമയം വനത്തിനുള്ളിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം തുടരും. സംസ്ഥാനത്ത് 2011 മുതൽ 2025 ജനുവരി വരെ പാമ്പുകടിയേറ്റ് മാത്രം മരിച്ചത് 1149 പേരാണ്. പുതിയ തീരുമാനത്തോടെ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ കുടുംബത്തിന് കൂടുതൽ നഷ്ടപരിഹാര തുക ലഭിക്കാൻ അവസരമൊരുങ്ങും. 24 തിരുവനന്തപുരം. വന്യമൃഗശല്യം കാരണം മലയോര ജനത പൊറുതിമുട്ടിയെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മലയോര ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. നഷ്ടപരിഹാരമല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പത്തനംതിട്ട പ്രദേശങ്ങൾ മാത്രമല്ല, മലയോര പ്രദേശങ്ങളിലെല്ലാം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ അനേകം ഉണ്ടാകും. കാട്ടാനകളുടെ ആക്രമണങ്ങൾ മുഖാന്തരം ഇന്നലെയും ഒരു മാതാവ് കൊല്ലപ്പെട്ടു. കാട്ടാനകളെന്ന് പറയേണ്ട ആവശ്യമുണ്ട്, കാട്ടുമൃഗങ്ങളെന്നും പറയണ്ട. കാരണം കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലാണ്. മലയോര കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷി വിഭവങ്ങൾ അവർക്കൊരു വർഷം മുഴുവൻ കഴിക്കാനുള്ളത് ഒരു നിമിഷം കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. അതിനെ നിയന്ത്രിക്കുവാനോ അതിന് വേണ്ടതായിരിക്കുന്ന സംരക്ഷണം നൽകുവാനോ സാധിക്കുന്നില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, പക്ഷെ മനുഷ്യനെയും സംരക്ഷിക്കണം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ആലുവ UC കോളേജിനടുത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം. ചൂണ്ടി സ്വദേശിനിയായ ടെസ്സി ഷിബുവിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തൊട്ടടുത്ത കടയിൽ ഓടിക്കയറിയാണ് യുവതി രക്ഷപ്പെട്ടത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇതിൽ
എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ആരാണ് ഇവരെ ആക്രമിച്ചത്? യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് രാവിലെ ഈ വീട്ടുജോലിക്കായി ബസ്സിൽ പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അലി എന്ന വ്യക്തി ഈ ടെസി ഷിബുവിന് നേരെ ആക്രമണം നടത്തിയത്. തീ കൊളുത്തി കൊലപ്പെടുത്താനാണ്, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താനാണ് ശ്രമം നടത്തിയത്. രക്ഷപ്പെട്ട് തൊട്ടടുത്ത കടയിലേക്ക് യുവതി ഓടിക്കയറി. പിന്നീട് ഇവരെയും ആലുവ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ചികിത്സ തേടുകയും ചെയ്തു. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഈ തീപ്പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അതിനുള്ള ചികിത്സ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവർ മുപ്പത്തടം സ്വദേശിയാണ് ഈ അലി, ചൂണ്ടി സ്വദേശിനിയാണ് ടെസി ഷിബു. ഇവർ കുടുംബ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ആലുവ പോലീസ് ഇതിനോടകം കേസെടുത്തിട്ടുണ്ട്. മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുകയാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇവർ നേരത്തെ തന്നെ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരാനുണ്ട്. ചൂണ്ടി സ്വദേശിനിയായ ടെസി ഷിബുവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തൊട്ടടുത്ത കടയിൽ ഓടിക്കയറി അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സംബന്ധിച്ച് പ്രതിയെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ വിവരം ഇതിനോടകം പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. CPI വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ എതിർപ്പൊക്കെ അവഗണിച്ച് സ്വകാര്യ സർവകലാശാല ബില്ലുമായി സർക്കാർ മുന്നോട്ട് തന്നെ. സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണെന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണിത് എന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ബിൽ സഭയിൽ അവതരിപ്പിക്കുന്ന തീയതി നാളെ നിശ്ചയിക്കും. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകിയത്. തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ എതിർപ്പ് പ്രകടിപ്പിച്ച് CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്ത് വന്നു. ഇടത് നയത്തിനുള്ള വ്യതിയാനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സംഘടനകൾ സമരസൂചന നൽകുന്നുണ്ടെങ്കിലും അതൊന്നും സർക്കാർ ഗൗനിക്കുന്നില്ല. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബിൽ നിയമമാക്കാനാണ് ധാരണ. കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരൂ. വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ്. സ്വകാര്യ സർവകലാശാല ബിൽ സഭയിൽ അവതരിപ്പിക്കുന്ന തീയതി നാളെ ചേരുന്ന കാര്യോപദേശ സമിതിയിൽ തീരുമാനിക്കും. 13-ന് ബിൽ അവതരിപ്പിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ വയോജന കമ്മീഷൻ ബിൽ കൂടി വരുന്നതിനാൽ തീയതി മാറിയേക്കും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയത്തിനെതിരാണ് തീരുമാനമെന്ന് AISF പറഞ്ഞു. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൽ പിണറായി വിജയൻ മറുപടി പറയണമെന്ന് KSU ആവശ്യപ്പെട്ടു. ബിൽ പഠിച്ചതിന് ശേഷം വിശദമായി നിലപാടെടുക്കുമെന്ന് SFI വ്യക്തമാക്കി. 20 വർഷം വൈകിയെടുത്ത തീരുമാനം എന്നായിരുന്നു TP ശ്രീനിവാസന്റെ പ്രതികരണം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്ന വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എതിർപ്പറിയിച്ചു. സർക്കാർ നീക്കം എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് AISF അറിയിച്ചു. സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് തിരക്ക് പിടിച്ച് അംഗീകാരം നൽകിയ തീരുമാനത്തിൽ ആശങ്കയുണ്ടെന്ന് KSU. എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെന്ന് വ്യക്തമാക്കണമെന്ന് KSU ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്ന കേന്ദ്ര നീക്കത്തിന് ബദലായാണ് കേരളം കൊണ്ടുവന്ന ബില്ലെന്ന് SFI പ്രതികരിച്ചു. മറിച്ചുള്ള നീക്കമാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്തുണ്ടാകുമെന്നും SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞു. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി TP ശ്രീനിവാസൻ 24-നോട് പറഞ്ഞു. 20 കൊല്ലം മുൻപേ ഉണ്ടാകേണ്ട തീരുമാനമായിരുന്നു. ഇനി ഏതെങ്കിലും നിക്ഷേപകർ കേരളത്തിലേക്ക് എളുപ്പത്തിൽ വരുമോ എന്ന സംശയമെന്നും TP ശ്രീനിവാസൻ. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് ഇത്. യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു. ഒരു മരം വയ്ക്കുമ്പോൾ 20 കൊല്ലം മുമ്പ് വയ്ക്കണം എന്നാണ് ശാസ്ത്രം. അത് നടക്കാത്തത് കൊണ്ട് ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് നോക്കാം. അതേസമയം ബില്ലിനെ എതിർക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണൻ ലക്ഷ്യമിട്ടത് കൂടുതൽ വലിയ തട്ടിപ്പുകൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വോളണ്ടിയർ ഗ്രാം എന്നിവയിലൂടെ പണം തട്ടാനായിരുന്നു അനന്തു കൃഷ്ണന്റെ പദ്ധതി. CSR ഫണ്ടിന് പകരം തനതു നിലയിൽ പണസമാഹരണവും ലക്ഷ്യമിട്ടതായി അനന്തു കൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അനന്തു കൃഷ്ണന്റെ വിശദീകരണ ശബ്ദരേഖ 24 പുറത്തുവിട്ടു. പാതിവില തട്ടിപ്പിൽ പിടിയിലായിരുന്നില്ലെങ്കിൽ അനന്തുകൃഷ്ണൻ തട്ടിയെടുക്കാനിരുന്നത് അനേക കോടികൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനവും ഇയാൾ നടത്തി. അപ്പോൾ വ്യവസായ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചവരുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് മുടക്കിയിട്ടുള്ളത്.
അവരുടെ മുതൽ മുടക്കാണ് യഥാർത്ഥത്തിൽ അത് എന്റെ കമ്പനിയെ വിശ്വാസത്തിൽ എന്നെ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ എന്നെ വിശ്വാസം അർപ്പിച്ച് അവർ നൽകിയ പൈസയാണ് ഞാൻ ഇതിനകത്ത് മുടക്കിയിട്ടുള്ളത്. ആ ഇൻഡസ്ട്രിയൽ മെഷീനുകളിൽ അവർക്ക് ഇനി തയ്യലിന്റെ പരിശീലനം കൊടുക്കാൻ കഴിയും, തുണിത്തരങ്ങൾ കൊടുക്കാൻ കഴിയും, ക്ലസ്റ്ററുകൾ തുടങ്ങാൻ പോകും. നമ്മൾ 100 ക്ലസ്റ്റർ അനൗൺസ് ചെയ്ത് നടത്താൻ പോകാൻ വേണ്ടിയാണ്. 100 ക്ലസ്റ്ററിലേക്ക് മെറ്റീരിയൽസ് എത്താൻ പോവുകയാണ് അടുത്ത ദിവസം. ഇൻസ്റ്റഗ്രാമിന് ബദലായി വോളണ്ടിയർ ഗ്രാം എന്ന ആപ്പ് പുറത്തിറക്കുന്നതും വളരുന്നതും വിൽക്കുന്നതും ഇയാളുടെ ചിന്തയിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ലക്ഷ്യം. നിലവിൽ ഇത്രയും കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. ആ കുട്ടികളെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരൊരു വോളണ്ടിയർ ഗ്രാം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിന് ബദൽ പോലെയുള്ള ഒരു വോളണ്ടിയർ ഗ്രാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ നാളെ അത് ചെയ്യാൻ വരുമ്പം ആ ആപ്പിനുള്ളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വന്ന് യുവാക്കൾ വരുമ്പോൾ അതിന് വാല്യുവേഷൻ നടത്തി ആ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ആ ആപ്പിനെ വിൽക്കണമെന്നാണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ ചില രൂപതകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടെന്ന വാദവും ഇയാൾ നിരത്തി. എന്നെ അതിനകത്ത് ഒരു 60-ലധികം രൂപതകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഓരോ രൂപതയുടെ പേരെടുത്ത് ഇപ്പൊ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ രൂപതയും ചില ക്ലസ്റ്ററുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓരോ രൂപതകളും എന്നെ സഹായിച്ചവരുണ്ട്, വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ NGO കോൺഫെഡറേഷൻ യോഗത്തിലായിരുന്നു അനന്തകൃഷ്ണന്റെ വിശദീകരണങ്ങൾ. വാങ്ങിയ പണത്തിന് വാഗ്ദാനം നടപ്പാക്കാതെ വന്നപ്പോൾ പലരും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ജൂൺ 30-നകം വാഗ്ദാനം നിറവേറ്റുമെന്നും ഇയാൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു. CSR ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ തനിക്ക് കൺസൾട്ടൻസി ഫീസ് തരുന്നവരുണ്ടെന്നും ഡീലർ കമ്മീഷൻ കിട്ടുമെന്നും ആ പണം വാഗ്ദാനം നിറവേറ്റാൻ വിനിയോഗിക്കുമെന്നൊക്കെ അനന്തകൃഷ്ണൻ യോഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. ബി ദിലീപ് കുമാർ, ന്യൂസ് ഡെസ്ക് 24. പതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാറ്റിവെച്ചു. 71 ലക്ഷം രൂപ പരാതിക്കാർക്ക് നൽകിയിരുന്നതായും നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കേസിൽ ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തന്നെയാണ് അനന്തുവിനായി ഹാജരായത്. കഴിഞ്ഞാൽ അനന്തുവിൻ്റെ കേസുകളൊക്കെ ഞാൻ തന്നെ നോക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അനന്തു കൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു എന്ന് യാതൊരു തെളിവും പോലീസിൽ കാണിക്കാതെ കളവായി പറഞ്ഞ ഒരു FIR ആണ്. പോലീസ് എടുത്ത കേസിൽ വലിയ വലിയ അനാസ്ഥകളുണ്ട്. ഇനി ഈ പ്രമീളയും റെജിയും കൂടെ ചേർന്ന് പറയുന്ന സൊസൈറ്റി, അത് മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി, ഈ സീഡ് സൊസൈറ്റിയുടെ കണക്കുകൾ ഞാൻ നോക്കുമ്പോൾ അവർക്ക് ആകെ തിരിച്ചു കൊടുക്കാനുള്ളത് 55 ലക്ഷം മാത്രമാണ്. 7.5 കോടിയുടെ കണക്ക് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് അവർ തന്നെ തെളിയിക്കേണ്ടി വരും. അനന്തു കൃഷ്ണൻ്റെ അക്കൗണ്ട് വളരെ ട്രാൻസ്പാരൻറ്റും സത്യസന്ധവുമാണ്. കിട്ടിയ പൈസയിൽ നിന്നെല്ലാം ബിസിനസ് ചെയ്തതിൻ്റെ കണക്കുണ്ട്. ഇനി അനന്തു കൃഷ്ണൻ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും ഈ CSR ഫണ്ടുകളുടെ കാര്യത്തിലും NGOസിൻ്റെ എല്ലാവരുടെയും പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്ന കാര്യത്തിലും വലിയ കമ്പനികളുമായി കോൺടാക്റ്റ് ചെയ്ത് NGOസിന് CSR ഫണ്ട് കൊണ്ടുവരുന്ന കാര്യത്തിലും അനന്തു കൃഷ്ണൻ ശ്രമിക്കും. കാരണം അനന്തു കൃഷ്ണൻ നന്നായി പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ യുവാക്കളിൽ CSR ഫണ്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച് പറയാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ അനന്തു കൃഷ്ണനാണ്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇപ്പോൾ ലാലി വിൻസെന്റ് കോടതിക്കകത്തും പുറത്തുമൊക്കെ അനന്തു കൃഷ്ണനെ ന്യായീകരിക്കുന്നുണ്ട്. കോടതിക്കകത്ത് അനന്തു കൃഷ്ണന്റെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവർക്കത് പറയേണ്ടി വരും. മാധ്യമങ്ങളോട് പറയുന്നതിൽ ഒരു ഡയറിയുടെ കാര്യം പറയുന്നുണ്ട്. ഈ ഉയർന്നു വന്ന ഈ പണം മേടിച്ച രാഷ്ട്രീയക്കാരുടെ കാര്യമൊക്കെ പറയുന്ന ഡയറി അത് കണ്ടെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ പുറത്തു പറയുന്നത് ഏതെങ്കിലും ഒരു മുന്നറിയിപ്പാണോ, അതോ അതിന്റെ വിവരങ്ങൾ പോലീസിൽ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ പുറത്തു വരും എന്നാണോ പറയുന്നത് ലാലി വിൻസെന്റ്? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അനന്തു കൃഷ്ണന്റെ പ്രൈവറ്റ് ഡയറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്നും ആ ഡയറിയിൽ പണം കൊടുത്തവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. അത് സ്ഥിരീകരിക്കുകയാണ് ലാലി വിൻസെന്റ്. ആ ഡയറിയിൽ പലരുടെയും പേരുകളുണ്ട്. പുറത്തു വന്ന പേരുകൾ എല്ലാം വെറുതെ അല്ല എന്നവർ പറയുമ്പോൾ അതിൽ അവരുടെ പാർട്ടിക്കാരുടെ ഉൾപ്പെടെയുള്ള പേരുകളുണ്ടോ എന്ന് പറയാത്തത് അഭിഭാഷക എന്ന നിലയിൽ മാത്രമാണ് എന്നവർ പറയുന്നു. അവർക്ക് 46 ലക്ഷം രൂപ ലഭിച്ചത് അത് അവർ വക്കീൽ എന്ന രീതിയിൽ വാങ്ങിയ പണമാണ് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ആ ഡയറിയിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ
ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലാലി വിൻസെന്റ് പങ്കുവെക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഹാജരായത് മറ്റൊരു അഭിഭാഷകനാണ്. പക്ഷേ ആ കേസ് നടത്തുന്നതെല്ലാം താൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഇനിയും CSR ഫണ്ടിന് വേണ്ടി ശ്രമിക്കും. CSR ഫണ്ടിനെ കുറിച്ച് പഠിച്ച ഏറ്റവും മികച്ച ഒരാളാണ് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്നതും കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ആണ്. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ ഈ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട കാര്യത്തിൽ ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല എന്നും അവർ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. തന്റെ ജീവനും ഭീഷണിയുണ്ട്, പലരും ഫ്ളാറ്റ് തിരക്കി വരുന്നു എന്നുള്ള കാര്യങ്ങളും അവർ പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന അനന്തകൃഷ്ണന്റെ ഡയറിയിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതിന്റെ തെളിവുകളുണ്ട് എന്ന് പറയുന്നത് അവരുടെ അഭിഭാഷക തന്നെയാണ്. അത് കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ ആ തെളിവ് ഹാജരാക്കുന്ന സമയത്ത് ഈ പേരുകൾ എല്ലാം പുറത്തു വരുമെന്നാണ് അവർ പറയുന്നത്. ഈ കേസിൽ നേരത്തെ മുതൽ പറഞ്ഞു കേട്ട പല പേരുകളും ആ ഡയറിയിലുണ്ട്. അതിനെ സ്ഥിരീകരിക്കേണ്ടത് അത് കോടതിയിൽ എത്തുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ താൻ അത് പറയുന്നില്ല, തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ള കാര്യം, അനന്തു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് അനന്തു കൃഷ്ണന്റെ അഭിഭാഷക തന്നെ വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, അശോകയിൽ നിന്ന് ഡയറി കസ്റ്റഡിയിൽ എടുത്തു. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊരു സ്വകാര്യ ഡയറിയാണ്. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് ലാലി വിൻസെന്റ് വിശദീകരിക്കുകയാണ്. പോലീസിനറിയാം അത് കോടതിയിലെത്തും എന്നാണ് അഭിഭാഷക കൂടിയായ ലാലി വിൻസെന്റ് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയോ മുന്നറിയിപ്പോ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡയറി പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുകയാണ് അനന്തു കൃഷ്ണന്റെ അഡ്വക്കേറ്റ് കൂടിയായ, ഈ കേസിൽ ആരോപണ വിധേയാണ്, പ്രതിയാണ് ലാലി വിൻസെന്റ്. പക്ഷേ അവരത് അത്തരമൊരു ഇടപാട് നടന്നതിന്റെ വിവരങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് എന്നത് സ്ഥിരീകരിക്കുകയാണ്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പുന്നപ്പുറയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട പക. അമ്മയ്ക്ക് കൊല്ലപ്പെട്ട ദിനേശിനുമായുള്ള ബന്ധത്തെ തുടർന്നുള്ള നാണക്കേടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതിയുമായുള്ള തെളിവെടുപ്പിൽ ഷോക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച കമ്പി കണ്ടെത്തിയിട്ടുണ്ട്. ഷോക്കേറ്റ് മരിച്ചു എന്ന് ഒരു നാട് മുഴുവൻ വിശ്വസിച്ച സംഭവത്തിൽ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് പുന്നപ്ര SHO സ്റ്റെപ്റ്റോ ജോണിന്റെ അന്വേഷണ മികവാണ്. മാതാവ് അശ്വമ്മയ്ക്ക് കൊല്ലപ്പെട്ട ദിനേശനുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ ചൊല്ലി നിരവധി തവണ കിരണുമായി സംഘർഷമുണ്ടായിട്ടുണ്ട്. 4 വർഷം മുൻപ് ദിനേശൻ കിരണിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. അന്ന് പക്ഷേ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. പക ഉള്ളിലൊതുക്കി കാത്തിരിക്കുകയായിരുന്നു പ്രതി കിരൺ. ദിനേശൻ വീട്ടിലേക്ക് വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ കണക്കാക്കി ഇതിനു മുൻപും കെണിയൊരുക്കി. പല ശ്രമങ്ങളും പരാജയപ്പെട്ടു. എന്നാൽ വെള്ളിയാഴ്ച രാത്രിയിൽ അമിതമായി മദ്യപിച്ചെത്തിയ ദിനേശൻ വൈദ്യുതാഘാത കെണിയിൽ കുടുങ്ങി. മരണമുറപ്പിക്കാൻ 5 മിനിറ്റോളം തുടർച്ചയായി വൈദ്യുതാഘാതമേൽപ്പിച്ചു. കൊലയ്ക്ക് ശേഷം വിവരം രക്ഷിതാക്കളെ അറിയിച്ചു. പുലർച്ചെ 3:30 പിതാവ് കുഞ്ഞുമോനും കിരണും മൃതദേഹം ചുമന്ന് പാടത്തുപേക്ഷിച്ചു. 3 പേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി. അവർക്കറിയായിരുന്നു, അച്ഛനും അറിയായിരുന്നു. അത് കൺസീൽ ചെയ്തിട്ടുണ്ടോ കൂടുതൽ വെരിഫൈ ചെയ്യാണ്ട് അമ്മയുടെ അങ്ങനെയാണെന്നാണ് മനസ്സിലാവുന്നത്. അച്ഛൻ്റെ റോളൊന്നും കൂടി കൂടുതൽ അന്വേഷിക്കാറ്, 1-2 കാര്യം കൂടി വെരിഫൈ ചെയ്യാണ്ട്. വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ഉപയോഗിച്ച കമ്പി തെളിവെടുപ്പിൽ പോലീസ് കണ്ടെത്തി. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഉച്ചയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. 24 ആലപ്പുഴ. കൊച്ചി കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതി നൽകിയ ജീവനക്കാരി ജോളി മധു മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം. ജീവനക്കാർക്കെതിരെ ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം. കയർ ബോർഡ് ചെയർമാനെതിരെ രൂക്ഷ വിമർശനവുമായി ജോളി മധുവിന്റെ കുടുംബം വീണ്ടും രംഗത്തെത്തി. ജോളി മധുവിന്റെ മരണത്തിന് പിന്നാലെ കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം കുടുംബവുമായി സംസാരിച്ചു. പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3 അംഗ സംഘം അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനകം നൽകണം. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിക്കുക. മരണത്തിനു പിന്നാലെ കയർ ബോർഡ് ചെയർമാൻ പുറത്തിറക്കിയ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ജോളി മധുവിന്റെ കുടുംബം. ജോളിയുടെ ട്രാൻസ്ഫർ റദ്ദു ചെയ്തിരുന്നുവെന്നായിരുന്നു കയർ ബോർഡിന്റെ വിശദീകരണം. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷമാണ് ട്രാൻസ്ഫർ റദ്ദാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. മരണശേഷവും കയർ ബോർഡ് ചെയർമാൻ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ വസ്തുത സംസാരിക്കാൻ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചു. ജോളിയുടെ മൃതദേഹം നാളെ കയർ ബോർഡ് കൊച്ചി ആസ്ഥാനത്തും
വീട്ടിലും പൊതുദർശനത്തിന് വെക്കും. രാവിലെ 11-ന് ഇടപ്പള്ളിയിലാണ് സംസ്കാരം. 24 കൊച്ചി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല CBI അന്വേഷണം തന്നെ വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ. അപ്പീലിൽ വീണ്ടും വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി വിധി പറയാൻ മാറ്റി. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്ന് കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CBI അന്വേഷണം എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഭാര്യ മഞ്ജുഷ ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തു. ഇതിന് പിന്നാലെയാണ് ആദ്യം ഹാജരായ അഭിഭാഷകനെ നീക്കി അഡ്വക്കേറ്റ് കെ രാംകുമാറിനെ കേസ് ഏൽപ്പിച്ചത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുനമ്പം വഖഫ് ഭൂമി കേസിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ നിലപാട് ശരിയല്ലെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ. കയ്യേറ്റം ഒഴിപ്പിക്കൽ നിയമപരമായി തുടരും. വഖഫ് ഭൂമി ആരു കയ്യേറിയാലും നടപടിയെടുക്കുമെന്നും അഡ്വക്കേറ്റ് MK സക്കീർ വ്യക്തമാക്കി. വഖഫ് ബോർഡ് മുമ്പാകെ കിട്ടിയിട്ടുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും നമ്മൾ നോട്ടീസാക്കുന്ന നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് വർഗീയമായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥയും ഇതിനകത്ത് നിലനിൽക്കുന്നില്ല. കയ്യേറുന്നവർക്ക് മതമുണ്ടോ ജാതിയുണ്ടോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ആ ഒരു നിയമപ്രകാരമുള്ള ഒരു വസ്തുവിനെ കയ്യേറി കൈവശപ്പെടുത്തുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ നമുക്ക് നോക്കേണ്ടതില്ല. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, അപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണോ വഖഫ് ബോർഡ് ചെയർമാൻ വിശദീകരിക്കുന്നത്? അതാണോ അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം? വിജയകുമാർ, ഇത് വഖഫ് ബോർഡിൻ്റെ മലബാറിലെ ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനമായിരുന്നു. അതിലാണ് നമ്മൾ ചോദിച്ചത്. അതിൽ മുനമ്പവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞത് മുനമ്പത്ത് ബിസിനസ് സ്ഥാപനങ്ങൾ 12 എണ്ണത്തിനാണ് നോട്ടീസ് നൽകിയത്. അത് നിയമപരമായ നടപടി പോകുന്നുണ്ട്. മാത്രവുമല്ല, സർക്കാർ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ ജാതിയും മതവും ഈ കയ്യേറ്റക്കാർ അതിനെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വഖഫ് ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കർക്കശമായ നിലപാടാണ് വഖഫ് ബോർഡിനുള്ളത് ും അദ്ദേഹം പറയുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വഖഫ് ചെയ്ത സ്ഥലം പിന്നെ വിൽക്കാൻ ആർക്കും അധികാരമില്ല. ഫറൂഖ് കോളേജിന്റെ സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടതാണ്, അത് വഖഫ് ഭൂമിയാണ്. പക്ഷേ എന്നാൽ അത് വിൽക്കപ്പെട്ടിരിക്കുന്നു. ഈ വിൽപ്പനയ്ക്കെതിരായ നടപടി ആരംഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം മുനമ്പം വിഷയത്തെ മറയാക്കിക്കൊണ്ടാണ് അവർ ഹർജിയുമായി മുന്നോട്ട് വന്നത്, പ്രതിരോധം തീർക്കാൻ തയ്യാറായത്. അതായത് കയ്യേറ്റക്കാരെ ഏതെങ്കിലും രീതിയിൽ ജാതിയോ മതമോ നോക്കി സംരക്ഷിക്കുന്ന പരിപാടിയില്ല. മാത്രവുമല്ല, വയനാട്ടിൽ ഒരു ഉസ്താദിനെതിരെ നടപടിയെടുത്ത കാര്യം കൂടി അതിൽ വഖഫ് ബോർഡ് ചെയർമാൻ വിശദീകരിച്ചു. ഏതായാലും ഈ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ കർക്കശ നിലപാടുമായി വഖഫ് ബോർഡ് മുന്നോട്ട് പോകുമെന്ന സൂചന തന്നെയാണ് വഖഫ് ബോർഡ് ചെയർമാനും ബോർഡ് അംഗങ്ങളും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വിജയകുമാർ, യെസ്, കയ്യേറ്റം ഒഴിപ്പിക്കൽ നിയമപരമായി തുടരും. വഖഫ് ഭൂമി ആരു കയ്യേറിയാലും നടപടിയെടുക്കും. ഇക്കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് MK സക്കീർ, വഖഫ് ബോർഡ് ചെയർമാൻ, ഇന്ന് കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനവും കുറ്റകൃത്യങ്ങളുടെ വർധനയും നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. ലഹരി വ്യാപനത്തിൽ അടിയന്തര പ്രമേയ ചർച്ച ഇപ്പോൾ തുടരുകയാണ്. ലഹരിയുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ലഹരി വ്യാപനം എക്സൈസ് വകുപ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നും അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകിയ PC വിഷ്ണുനാഥ് പറഞ്ഞു. ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ്. ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ്. സാർ, താമരശ്ശേരിയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ്. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ ഒരു കണക്കില്ല. ലഹരി കുടത്തിൽ നിന്ന് പുറത്തു വന്ന ഭൂതം കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. സർക്കാരിന് ഇതിനകത്ത് എന്തെങ്കിലും പഠനമുണ്ടോ സാർ? രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ. സാർ, നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണെന്നുള്ള ബോധ്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. തത്സമയം ഒരു സ്ഥലത്തും നമുക്ക് തടയാൻ കഴിയുന്നില്ല, ഒരു സ്ഥലത്തും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ പിടിക്കുന്നതും യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയും തമ്മിലൊരു കമ്പാരിസൺ ഇല്ല. കുറെ പിടിക്കുന്നത് ഒറ്റിയിട്ടാണ്. ഇവർ തമ്മിലുള്ള വഴക്കിന്റെ ഭാഗമായിട്ട് ഒറ്റി കൊടുക്കുമ്പോഴാണ് കുറെ പിടിക്കുന്നത്, അല്ലാതെ പിടിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ കണ്ണികളാണ് ഇവിടെ. എല്ലാവരും പറഞ്ഞു മാഫിയുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര പ്രതിഭാസം ആണെന്നുള്ള കൺക്ലൂഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട മെമ്പർ സുമേഷിന്റെ ഒരു കൗശലപൂർവമായ പ്രയോഗമാണ് അന്താരാഷ്ട്ര പ്രതിഭാസം. അതൊന്നുമല്ല.
നമുക്കിവിടെ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണ്ടേ? കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ ചുമതല? ആരാണിത് ചെയ്യുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ 2022 ഞങ്ങൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടുവന്നു. അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ടു. ഞങ്ങൾ എല്ലാം മറന്ന് ഞങ്ങൾ എല്ലാ കാര്യത്തിലും പൂർണ്ണമായ പിന്തുണ. അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, ഇതിന്റെ ചർച്ചയ്ക്കൊടുവിൽ എക്സൈസ് മന്ത്രി സംസാരിക്കുമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. ഈ ഉയർന്ന ആരോപണങ്ങളിൽ, പ്രതിപക്ഷം ഉയർത്തിയ പ്രശ്നങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ, ചില നടപടികൾ പ്രതീക്ഷിക്കാമോ ഈ ചർച്ചയ്ക്കൊടുവിൽ? വിജയകുമാർ, സംസ്ഥാനത്തെ ലഹരി ഉപയോഗം, ഈ ലഹരി മൂലമുണ്ടാകുന്ന ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ഈ വിഷയങ്ങളാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് PC വിഷ്ണുനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതിന്മേലാണ് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. മന്ത്രി MP രാജേഷ് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിക്കുകയായിരുന്നു. 12 മണിക്ക് തുടർന്ന് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചു. അതിൽ PC വിഷ്ണുനാഥ് ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ ഈ ലഹരി ആക്രമണ കേസുകൾ, കൊലപാതകങ്ങൾ, അതൊക്കെ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹം ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമങ്ങളിൽ പോലും ലഹരി വസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ലഹരിയുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ആ കണ്ണികൾ മുറിക്കാൻ കഴിയണം. സൂക്ഷ്മവും ജാഗ്രതയും ഓടെയുള്ള നിരീക്ഷണവും അതുപോലെ പരിശോധനയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് തടയിടാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാർത്ഥികൾ കാരിയർമാരായി മാറുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. തുടർന്ന് ഭരണപക്ഷ MLA-മാരും അദ്ദേഹം ഉയർത്തിയ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ഈ ആവശ്യത്തെ അത് അനുകൂലിക്കുകയാണ്. ആ വിഷയം സഭയിൽ എത്തിച്ചതിന് പ്രതിപക്ഷത്തെ അഭിനന്ദിക്കുന്നു എന്നാണ് ഭരണപക്ഷ MLA-മാർ പരമാവധി പേരും ഈ ചർച്ചയിൽ പങ്കെടുത്ത പരമാവധി പേരും പറഞ്ഞത്. പക്ഷേ അതേസമയം ചില MLA-മാർ എക്സൈസ് വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്ന ഈ പ്രതിപക്ഷ MLA-മാരുടെ വാദം അത് തള്ളുന്ന സാഹചര്യമുണ്ടായി. അവർ പറയുന്നത് എക്സൈസ് വകുപ്പും മന്ത്രിയും കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി ജാഗ്രതയോടെയുള്ള ഇടപെടൽ ആവശ്യമാണ്. അതിന് ആധുനിക വൽക്കരണം പോലുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കണം, അത്തരം പ്രതിരോധ നടപടികളിലേക്ക് കടക്കണമെന്നാണ് അല്പം മുമ്പ് പോലും KV സുമേഷ് MLA അടക്കമുള്ളവർ പറയുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ചർച്ചയുടെ ഭാഗമാകുന്നു. അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഏറ്റവും അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുന്നു. സംസ്ഥാന സർക്കാരും അതുപോലെ വകുപ്പും ഇതിന് തടയിടാൻ, പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും നടത്തുന്നില്ല. പ്രതിപക്ഷം കൃത്യമായ ഇടപെടലുകളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. ലഹരി വ്യാപനത്തിൻ്റെ തോത് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പ്രതിപക്ഷം ഉയർത്തുന്നെങ്കിലും സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് വി ഡി സതീശൻ വിമർശിക്കുന്നത്. ഇതിനുശേഷം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മറുപടി ഉണ്ടാകും ഇത് സംബന്ധിച്ച്. 2 മണിക്കൂർ ചർച്ചയാണ് ഈ വിഷയത്തിൽ നിയമസഭയിൽ നടക്കുന്നത്. ചർച്ചയ്ക്കൊടുവിൽ എക്സൈസ് മന്ത്രി അതിൽ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിലേത് പ്രഖ്യാപിക്കുകയും ചെയ്യും നിയമസഭയിൽ തന്നെ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2015 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. തെളിവുകളുടെ അഭാവത്തിലാണ് കൊക്കൈൻ കേസിൽ പ്രതിയായ നടൻ ഷൈൻ ടോം ചാക്കോയെയും മോഡലുകളെയും കോടതി വെറുതെ വിട്ടത്. പ്രതികൾ ലഹരി ഉപയോഗിച്ചതിന് ശാസ്ത്രീയ തെളിവുകൾ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരുന്നു. കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ രക്തസാമ്പിളുകൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചത്. എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. പ്രതികളുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം ന്യൂഡൽഹി, ഹൈദരാബാദ് കെമിക്കൽ അനലിറ്റിക്കൽ ലാബുകളിലേക്ക് അയച്ചിരുന്നെങ്കിലും കൊക്കൈൻ ഉപയോഗം കണ്ടെത്തിയില്ല. 2015 കേസിനാസ്പദമായ സംഭവം നടന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലസി സിൽവർ സ്റ്റാർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരും പിടിയിലായിരുന്നു. അറസ്റ്റിലാകുമ്പോൾ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ച നിലയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. അതേസമയം ഷൈൻ ടോം ചാക്കോയെ ലഹരി കേസിൽ കുടുക്കിയതാണ് എന്ന് സംശയിക്കുന്നുവെന്ന് പിതാവ് CP ചാക്കോ 24-നോട് പറഞ്ഞു. കോടതിയെ മാനിച്ച് ഇതുവരെ ഒന്നിനും മുതിർന്നില്ല. അസോസിയേറ്റ് ഡയറക്ടറെ കാണാനാണ് ഷൈൻ ഫ്ളാറ്റിലെത്തിയത്. ഇനി സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുമെന്നും CP ചാക്കോ പ്രതികരിച്ചു. ഇതാരാണ്, എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുള്ളൂ. ഇതുവരെ പത്മവിധത്തിൽപ്പെട്ട കാരണം ഞങ്ങൾക്ക് കോടതിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിനും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ ഞങ്ങൾ സ്വതന്ത്രനായി. അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി, അതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയെ പറ്റിയിട്ടും
പറ്റി അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഒരു അസോസിയേറ്റ് ഡയറക്ടർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലേക്ക് ഷൈൻ ചെന്നതാണ്. ആ സമയത്താണ് ഇത് സംഭവിച്ചത്. അന്ന് അവിടെ സാധനം ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് കാര്യത്തിൽ. ഇതൊരു കെട്ടിക്കാമിച്ച കഥയാണെന്നാണ് ഇപ്പോൾ കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി തള്ളി. കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കേണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ കേസിൽ നേരത്തെ ഇയാളുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ മറ്റു കോടതികൾ, ഹൈക്കോടതി ഉൾപ്പെടെ തള്ളിയതാണ്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഒരു സഹതാപവും ഈ കേസിൽ ഈ പ്രതി അർഹിക്കുന്നില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുക. ഈ രണ്ട് വഴിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷ വിമർശനമാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഈ നാരായണദാസിനെതിരെ ഉയർന്നത്. കോടതിയിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹതാപവും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന വേളയിൽ തന്നെ കൃത്യമായി കീഴടങ്ങാനുള്ള നിർദ്ദേശം ഈ നാരായണദാസിന് നൽകിയതാണ്. പക്ഷേ നാരായണദാസ് ഇത് കീഴടങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒളിവിൽ കഴിയുകയും ഈ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടിയാണ് കോടതി ഈ കേസ് തള്ളുന്ന ഒരു നിലപാടിലേക്ക് പോയത്. അതായത് ഈ ഷീല സണ്ണി എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ ബന്ധുവായ യുവതിയുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് ഈ നാരായണദാസ് ഷീല സണ്ണിയെ ഈ വ്യാജ ലഹരി കേസിൽ കുടുക്കിയത്. 42 ദിവസമാണ് അവർക്ക് ഈ ജയിലിലടക്കം കഴിയേണ്ടി വന്നു. പക്ഷേ ഈ കേസ് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. പിന്നീട് ഈ നാരായണദാസിന് വേണ്ടി ഈ തിരച്ചിലടക്കം നടത്തിയെങ്കിലും പ്രതി നിരന്തരം ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ സുപ്രീം കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ പോലീസ് ഇനി നാരായണദാസിനെ അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ളത്. വിജയകുമാർ, വെറുതെ തള്ളുക മാത്രമല്ല, കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കേണ്ട എന്നതുൾപ്പെടെ വലിയ വിമർശനങ്ങളോടെ തന്നെയാണ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രിയെ നിലവിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവരിൽ നിന്ന് തന്നെ കണ്ടെത്തണമെന്ന് നിയുക്ത MLA-മാർ. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ഉൾപ്പെടെയുള്ളവരെയാണ് നേതാക്കൾ ഈ നിലപാട് അറിയിച്ചത്. അടുത്ത മുഖ്യമന്ത്രി വനിതയോ പട്ടികജാതി വിഭാഗത്തിൽ നിന്നോ ആയിരിക്കുമെന്നാണ് BJP കേന്ദ്ര നേതാക്കൾ നൽകുന്ന സൂചന. വിദേശ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തിയ ശേഷം വെള്ളിയാഴ്ചയോടെ പുതിയ മുഖ്യമന്ത്രിയെ BJP പ്രഖ്യാപിക്കും. ഈ മാസം 15-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടാകുമെന്നാണ് സൂചന. ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ സ്വീകരണം. പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. AI ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. AI ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തിയത്. പാരീസിൽ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം വരവേറ്റു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. മോദിയെ കണ്ടതിൽ സന്തോഷമെന്നും പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസെ പാലസിലായിരുന്നു അത്താഴ വിരുന്ന്. പാരീസിലെ AI ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സഹ അധ്യക്ഷത വഹിക്കും. AI സാങ്കേതിക വിദ്യയുടെ വികസനത്തിനും ദുരുപയോഗം തടയുന്നതിനും വേണ്ടിയുള്ള നിർണായക തീരുമാനങ്ങൾ ഉച്ചകോടിയിലുണ്ടാകും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സർക്കാർ പ്രതിനിധികളും കമ്പനി CEO-മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മർസെയിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി US-ലേക്ക് തിരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 24 ഡൽഹി. മുൻ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി. പ്രായപരിധി മാനദണ്ഡം പരിഗണിച്ച് MM വർഗീസ് പദവി ഒഴിഞ്ഞു. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പുതുമുഖങ്ങളാണുള്ളത്. ജില്ലയിലെ തിരിച്ചടികളെ CPM അതിജീവിക്കുമെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലയിലെ നേതാക്കളെ മാത്രമല്ല പ്രാദേശിക നേതാക്കളെ വരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കടന്നാക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു അനുഭവ ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാനും ഞങ്ങൾക്ക് കഴിയും. അത് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഈ ജില്ലാ സമ്മേളനം പ്രചോദനമേകുന്നുണ്ട്, കരുത്തേകുന്നുണ്ട്. ജില്ലയിലെ സാമൂഹിക പ്രശ്നങ്ങൾ ഏറ്റവും ശരിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. CPM തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന 50ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കാസർഗോഡ് നടന്നു. മേൽപ്പറമ്പ ചെമ്പരിക്കയിലുള്ള ഫാത്തിമയ്ക്കാണ് ഇത്തവണ വീട് നിർമ്മിച്ചു നൽകുന്നത്. ചെമ്മനാട് പഞ്ചായത്തിലെ 19ാം വാർഡായ ചെമ്പരിക്കയിലെ രണ്ടാമത്തെ വീടാണ്. സംസ്ഥാനത്താകെ 50 വീടുകൾ ഇതിനകം നിർമ്മാണം തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ മാത്രം 12 വീടുകൾക്ക് തറക്കല്ലിട്ടു. ചെമ്പരിക്ക സ്വദേശി ഫാത്തിമയ്ക്കാണ് ഇത്തവണ വീട് നിർമ്മിക്കുന്നത്. 2 കുട്ടികളെയും കൊണ്ട് 10 വർഷത്തിലധികമായി വാടക വീട്ടിലായിരുന്നു ഫാത്തിമയുടെ താമസം. കുറേ വർഷമായി പഞ്ചായത്തിൽ പിന്നൊന്നും കിട്ടിയല്ല, പെൻഡിങ്ങിലുണ്ട് തന്നതുകൊണ്ട് 24 കളക്ഷൻ ഇങ്ങനെ വീട് നിർമ്മിച്ചിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അതിൽ അപേക്ഷ കൊടുത്തിയാണ്. അപ്പോൾ അപേക്ഷ കൊടുത്തത് ഫലമായി, ഒരുപാട് സന്തോഷം. 24 കണക്റ്റിന്റെ പ്രവർത്തനം മാതൃകയാണെന്നും തന്റെ നാട്ടിൽ രണ്ടാമത്തെ വീട് ലഭിച്ചതിൽ സന്തോഷമെന്നും വാർഡ് മെമ്പർ. ഇത് നല്ലൊരു സംരംഭമാണ്. കാരണം വെച്ചാൽ പഞ്ചായത്തിൽ തന്നെ എത്രയോ ആള് അപേക്ഷ കൊടുത്തിട്ട് എത്രയോ കാലം കാത്തിട്ട് തന്നെ ഇപ്പോൾ കിട്ടാതെ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു പ്രവർത്തനമാണിത്. അതാണ് ഇത് മുന്നോട്ടും നല്ലതിൽ പ്രവർത്തിപ്പോട്ടെ എന്നുള്ള ഒരു ആശംസയാണ് എൻ്റെ. സംസ്ഥാനത്ത് 3 വീടുകളുടെ താക്കോൽ ദാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞെന്ന് 24 കണക്ട് സംസ്ഥാന കോർഡിനേറ്റർ മനോജ് മാവേലിക്കര. നമ്മുടെ 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന 100 വീട് പദ്ധതിയിലെ 50ാമത്തെ വീടാണ് ഇന്ന് ചടങ്ങ് നടന്നത്. എല്ലാ ജില്ലയിലും പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ താക്കോൽ ദാനം ചടങ്ങുകൾ നടക്കും. ജില്ലാ കോർഡിനേറ്റർ സജീവ് കുമാർ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കാസർഗോഡ്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേരിട്ട പരാജയം മറികടക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് MLA-മാരുടെ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ. പഞ്ചാബിലെ സർക്കാരിന്റെ പ്രവർത്തനത്തിലൂടെ ജനവിശ്വാസം വീണ്ടെടുക്കണമെന്ന് കെജ്രിവാൾ പറഞ്ഞു. അതേസമയം പഞ്ചാബിലെ MLA-മാരുടെ യോഗം വിളിച്ച് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കം നടത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കെജ്രിവാൾ ഭീതിയിലാണെന്ന് കോൺഗ്രസ് MP ഗുർജിത് സിംഗ് ഔജ്ല വിമർശിച്ചു. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഈ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തി ഏതാണ്ട് 30ഓളം MLA-മാർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. ആ MLA-മാരെ ഇന്നത്തെ യോഗത്തിൽ അനുനയിപ്പിക്കാൻ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ യോഗത്തിന്റെ പശ്ചാത്തലം അതുതന്നെയായിരുന്നു. കോൺഗ്രസ് ഉയർത്തിയ ഒരു ആരോപണം 30 MLA-മാർ കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ള അവകാശവാദം. അതിന് പിന്നാലെയാണെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ MLA-മാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഡൽഹിയിലെ കപൂർത്തല ഹൗസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഈ MLA-മാരുടെ ഭാഗത്തു നിന്ന് ചില അതൃപ്തികൾ അറിയിച്ചതായുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. അതായത് പല പ്രവർത്തനങ്ങളും പഞ്ചാബിലെ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും നിലച്ചുപോയ ചില അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില അതൃപ്തി MLA-മാർ അറിയിച്ചതായാണ് വിവരം. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ MLA-മാരോട് ആവശ്യപ്പെട്ടത് പാർട്ടിക്കുള്ളിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കണം, 2027 തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ ചെലുത്തണം, പാർട്ടിക്കുള്ളിലെ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്കായിരിക്കും പാർട്ടിയെ നയിക്കുക എന്ന ഒരു മുന്നറിയിപ്പാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയത്. പഞ്ചാബിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ വേണം ഇനി ഡൽഹിയിൽ നേരിട്ട തിരിച്ചടി മറികടക്കാൻ എന്നുകൂടി കെജ്രിവാൾ MLA-മാരോട് പറയുകയുണ്ടായി. എന്തായാലും ഡൽഹിയിലെ പരാജയം അത് മറികടക്കാൻ ഇനി പഞ്ചാബാണ് ആം ആദ്മി പാർട്ടിക്ക് മുൻപിലുള്ളത്. ആ പഞ്ചാബിൽ സർക്കാർ ഭരണം അല്ലെങ്കിൽ സർക്കാരിന് ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ തന്നെ അവതാളത്തിലാക്കുന്ന ഒന്നായി അത് മാറും. അതുകൊണ്ട് പഞ്ചാബ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ എന്തായാലും ഇക്കാര്യത്തിൽ 20ഓ 30ഓ MLA-മാർ കോൺഗ്രസിനെ സമീപിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിനിടയ്ക്കാണ് MLA-മാരെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ കണ്ടത്. അതിനുശേഷം ഈ വിമത സ്വരമുയർത്തിയ MLA-മാർ അനുനയത്തിന് തയ്യാറായിട്ടുണ്ടോ എന്നത് ഒരുപക്ഷെ അടുത്ത മണിക്കൂറിലെ വ്യക്തമാവും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം 24-ന് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ഷഫീദ് റാവുത്തറാണ് അവാർഡിന് അർഹനായത്. മികച്ച ന്യൂസ് റിപ്പോർട്ടിനാണ് പുരസ്കാരം. ഈ മാസം 12-ന് കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലെ പ്ലാനറ്റോറിയം സെമിനാർ ഹാളിൽ വെച്ച് പുരസ്കാരം നൽകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ എന്നിവർ പുരസ്കാരം വിതരണം ചെയ്യും. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കും.